യെസ് നടുവിഷാദ പെട്ടെന്ന് ഈ ഒരു മാരിടൈം സംസ്കാരത്തിൻ്റെ മാറ്റത്തിനകത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജേർണലിസം. ഈ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് വടക്ക് കാസർഗോഡ് വരെ നമ്മൾ എടുത്തിയാൽ നമ്മളുടെ നാട്ടിൽ 95% ഓഫ് ദ വേൾഡ് ട്രേഡ് നടക്കപ്പെടുന്ന ഇത്രയും വലിയ ഒരു സംരംഭത്തിൽ എത്ര മാരിടൈം ജേർണലിസ്റ്റുകളുണ്ട്? നമ്മുടെ പ്രസ് ക്ലബ്ബുകളും മീഡിയ അക്കാഡമികളും അത്തരത്തിലേക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം. അതുപോലെ തന്നെ 3,45,00,000 കേസുകൾ ഇന്ത്യയിൽ പെൻഡിംഗ് ഉണ്ട്. മാരിടൈം ഡിസ്പ്യൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാരിടൈം ആർബിട്രേഷൻ സെൻറ്റർ കൊണ്ടുവരണം. നമ്മൾ മാരിടൈമിനെ കാണുന്ന സമയത്ത് നമ്മൾ പെരിഫറലായിട്ട് സംസാരിക്കുന്നതിന് പകരം ഇപ്പം 2030 20 ലക്ഷം കോടി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ വരുന്നുവെന്നും 3 ലക്ഷം കോടി എംപ്ലോയ്മെൻറ്റ് 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നെന്നും ലോകരാജ്യങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിലേക്ക് നമ്മൾക്കിതെല്ലാം കൊണ്ടുവരണം എങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയും ഗവൺമെൻറ്റിൻ്റെ മാത്രം മണ്ടയ്ക്ക് ഈ കാര്യങ്ങളെ വെച്ചു കൊടുക്കാതെ ഓരോരുത്തരും അവരോരോട് ചോദിച്ചിട്ട് ഓരോ പോസ്റ്റിലും ഇരിക്കുന്നവർ ചിന്തിക്കണം. തൽക്കാലം ഈ കാറോ അല്ലെങ്കിൽ കൊടിയോ ബാക്കി അല്ല, ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഇതിനകത്തുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു സ്വാതന്ത്ര്യ സമരം. മാരിടൈം റവല്യൂഷൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകണം. ആശയങ്ങളും അറിവുമായിട്ട് വരുന്നവരെ തടയിട്ട് അവരെ ചൈനയുടെ വൻമതിലിനപ്പുറത്ത് നിർത്താൻ ശ്രമിച്ചാലൊന്നും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് പോകും, നാട്ടിൽ വൃദ്ധസദനം വളരും എന്നുള്ളത് മാത്രമാണ്. സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. തീർച്ചയായും എന്തായാലും വളരെ സാർത്ഥകമായുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരളം മാറട്ടെ, ഭാരതം മാറട്ടെ. പറഞ്ഞതുപോലെ ഒരു മരീടൈം മേഖലയിൽ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാവട്ടെ.